ഓച്ചിറക്കളിയുടെ പെരുമ വീണ്ടെടുക്കാൻ നടപടികളുമായി പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി. ആദ്യഘട്ടമെന്ന നിലയിൽ പടനിലത്ത് ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓച്ചിറക്കളിയുടെ പരിശീലനം ആരംഭിച്ചു. വ്രതാനുഷ്ഠാനത്തോടെയുള്ള 1 മാസത്തെ പരിശീലനമാണ് ആദ്യം നൽകുക. ഓച്ചിറക്കളിയുടെ പെരുമ വീണ്ടെടുക്കാൻ നടപടികളുമായി പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി. ആദ്യഘട്ടമെന്ന നിലയിൽ പടനിലത്ത് ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഓച്ചിറക്കളിയുടെ പരിശീലനം ആരംഭിച്ചു. ഓച്ചിറക്കളി പരിശീലിക്കാൻ താല്പര്യമുള്ള വിശ്വാസികൾക്ക് പങ്കെടുക്കാം. വ്രതാനുഷ്ഠാനത്തോടെയുള്ള 1 മാസത്തെ പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. കരനാഥൻ ശിവരാമനാശാൻ ദീപം തെളിച്ചു. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പഴയ തനിമ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയും ഓച്ചിറ 52 കരകളിലെയും സമീപ പ്രദേശങ്ങളിലെയും കളി സംഘങ്ങളും അതുപോലെ തന്നെ ആശാന്മാരും. കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓച്ചിറ പടനിലത്ത് നമ്മളൊരു കളി സംഘം കളരി ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ടത്തൂർ സുരേഷിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഉണ്ടിക്കാവിന് സമീപം ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ ഇന്ന് മുതൽ കളരി ആരംഭിക്കുകയാണ്. മിഥുനം 1ഉം 2ഉം ദിവസങ്ങളിൽ നമ്മുടെ 52 കരകളിലും അതോടൊപ്പം തന്നെ കരയ്ക്ക് തൊട്ട് വെളിയിലുള്ള സമീപ പ്രദേശത്ത് നിന്ന് നമ്മൾ അവിടെ നിന്നുള്ള കളി സംഘങ്ങൾ 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി കൊച്ചുകുട്ടികളടക്കം പരിശീലിപ്പിച്ച് മിഥുനം 1ഉം 2ഉം ഇവിടെ വരുമ്പോൾ അത് അതിമനോഹരമായ നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒക്കെയുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടത്തി. പ്രസിഡന്റ് രാജീവ് കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, K പത്മകുമാർ, PK വിക്രമൻ, A ശുഭദേവ, ജനാർദ്ദനക്കുറുപ്പ്, പാട്ടത്തിൽ സുരേഷ്, ഓച്ചിറ വിജയൻ, ഷാജി, ബിനു, കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാട്ടുകരയിലെ 52 കരകളിലെ കളരികളിലും വെള്ളിയാഴ്ച പുലർച്ചെ ഓച്ചിറക്കളിയുടെ പരിശീലനം ആരംഭിച്ചു. പ്രസിദ്ധമായ ഓച്ചിറക്കളി ആയോധന കലയാണ്. 18 അടവും 18 ചൊല്ലും 18 ചുവടും 1 മാസം കൊണ്ട് പരിശീലിച്ച് മിഥുനം 1നും 2നും ഓച്ചിറ പടനിലത്ത് കരക്കളി കഴിഞ്ഞ് 8 ഖണ്ഡത്തിലിറങ്ങി പടവെട്ടി അടുത്ത വർഷം വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഉപചാരം പറഞ്ഞ് പിരിയുകയാണ് ഓച്ചിറക്കളിയുടെ രീതി. കളി സംഘം ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഓച്ചിറക്കളി എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ ഒരു ആരാധനാക്രമത്തിൽ എന്നതിനപ്പുറത്തേക്ക് ഒരു ആചാര അനുഷ്ഠാനം എന്നതിനപ്പുറത്തേക്ക് ആളുകളെല്ലാം ഏറ്റെടുത്തേക്കുന്ന, ജനങ്ങളാകെ തന്നെ ഏറ്റെടുത്തേക്കുന്ന ഒരു വലിയ അനുഷ്ഠാന കലയായി മാറിയിരിക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടു പോകുമ്പോഴും അതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചുകൊണ്ട് ഓച്ചിറ ക്ഷേത്രത്തിന് സ്വന്തമായി തന്നെ ഒരു കളിസംഘം ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി ഇതിനെ ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇത്തരം കളിസംഘങ്ങളിലെ അംഗങ്ങൾക്ക് കൂടുതൽ സാമൂഹിക ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാനും ഒക്കെ ഭരണസമിതി കൂടുതലായി ആലോചിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഈ കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഇടവമാസം 1-ാം തീയതി തന്നെ കളരി സംഘങ്ങൾ സജീവമാകുമായിരുന്നു. പക്ഷേ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ അതിനൊക്കെ കുറേ പോരായ്മകൾ സംഭവിച്ചു. ഇപ്പോൾ മിഥുനം മാസത്തിന് 4-5 ദിവസയ്ക്ക് മുമ്പാണ് ഈ കളരി സംഘങ്ങളൊക്കെ ഒന്ന് സജീവമാകുന്നത്. അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ഉണർവുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്ര ഭരണസമിതി ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.